അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹ്, കുറഞ്ഞ സമയത്തിൽ കൂടുതൽ കാര്യങ്ങളെന്ന മനോഹരമായ ആശയവുമായി വീണ്ടും നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. ഖൽബ് നിറച്ച് ദുആ ചെയ്യുന്നവർ, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നവർ, ഇതിനുവേണ്ടി പരിശ്രമിക്കുന്നവർ, ദുആ ചെയ്യുന്നവർ എല്ലാവർക്കും എല്ലാവിധ ഖൈറും ബറക്കത്തും അല്ലാഹ് പ്രദാനിക്കുമാറാകട്ടെ. കേൾക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തുവാൻ വലിയ തൗഫീഖ് അല്ലാഹ് നസീബാക്കി തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ കാര്യങ്ങൾ പഠിക്കുക എന്നൊരു ആശയവുമായിട്ടാണ് വോയിസ് ഓഫ് ഷഫീഖ് ബദരി എന്ന ചാനൽ മുന്നോട്ട് പോകുന്നത്. അല്ലാഹ് സ്വീകരിക്കുമാറാകട്ടെ. ഇന്ന് പരിശുദ്ധവും പരിപാവനവുമായ വെള്ളിയാഴ്ചയാണ്. വെള്ളിയാഴ്ചകളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ പ്രവാചകന്റെ പേരിൽ സ്വലാത്തുകൾ മദീനയിലേക്ക് സമർപ്പിക്കുന്ന ഈ പുണ്യമായ റബീഉൽ അവ്വലിന്റെ സുന്ദരമായ നിമിഷങ്ങളിലൂടെ നാം സഞ്ചരിക്കുമ്പോൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സ്വലാത്താണ് പിടിവള്ളി. മദീന അവന്റെ വികാരമാണ്, മദീന അവനുള്ള ലഹരിയാണ്, സ്വലാത്ത് അവൻ അവലംബമാണ്, സ്വലാത്ത് അവൻ വലിയൊരു പിടിവള്ളിയാണ്. സങ്കടക്കടൽ തിരയിൽ കഴിയുന്നവരുടെ നൊമ്പര തീക്കനലുകളിൽ വലിയൊരു ആശ്വാസ തെളിമീരാണ് സ്വലാത്ത് എന്ന് നമ്മൾ മറന്നു പോകരുത്. അതുകൊണ്ട് തന്നെ അൽഹംദുലില്ലാഹ്, എല്ലാ വെള്ളിയാഴ്ചകളിലും വ്യത്യസ്തങ്ങളായ മുൻഗാമികൾ പരിചയപ്പെടുത്തിയ പല സ്വലാത്തുകൾ നമ്മൾ പഠിക്കലാണ് ഈ മജ്ലിസിലൂടെ നാം ലക്ഷ്യമിടുന്നത്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇന്ന് നമ്മൾ പഠിക്കുന്നത് അള്ളാഹുവിന്റെ പ്രവാചകൻ നബിയുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വപ്നത്തിലൂടെ ഒരുപാട് പേർക്ക് അറിയിച്ചു കൊടുത്ത ജീവിതത്തിന്റെ പ്രയാസ പ്രതിസന്ധികളിൽ വല്ലാതെ വഴിമുട്ടി നിൽക്കുന്നവർക്ക്, എന്ത് ചെയ്യണമെന്നറിയാതെ പരിഭ്രാന്തരായി നിൽക്കുന്നവർക്ക് വലിയൊരു പിടിവള്ളിയായ അത്ഭുതത്തിന്റെ സ്വലാത്താണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. മഹാരഥന്മാർ രേഖപ്പെടുത്തി വെക്കുകയാണ്, അല്ല വിഷമങ്ങളോ വ്യതകളോ ബുദ്ധിമുട്ടുകളോ ആപത്തുകളോ വന്നാൽ ആരെങ്കിലും ഈ സ്വലാത്തിനെ 1000 വട്ടം ചൊല്ലിയാൽ അവന് സംരക്ഷണം ലഭിക്കും, അവൻ ഉദ്ദേശങ്ങൾ സാധിക്കും, അവന്റെ ദുആക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടുമെന്ന് മഹാരഥന്മാർ അനുഭവത്തിലൂടെ വെളിച്ചത്തിൽ പറഞ്ഞ വളരെ ചെറിയൊരു സ്വലാത്ത്, വേഗം ചൊല്ലിത്തീർക്കാൻ കഴിയുന്ന നമുക്കൊക്കെ സുപരിചിതമായ ഒരു സ്വലാത്താണ്. നമുക്കറിയാം നമ്മുടെ പ്രശ്നങ്ങളുടെ വ്യാപ്തി എത്രയാണ്, നമ്മുടെ സങ്കടങ്ങളുടെ ആഴങ്ങൾ എത്രയാണ്, നമ്മുടെ കടങ്ങളുടെ വലിപ്പം എത്രയാണ്, അതെല്ലാം നമുക്കറിയാം. അതിന്റെയൊക്കെ വലിപ്പം അനുസരിച്ച് നമ്മൾ ചെയ്യുന്ന അമലുകൾ നമ്മൾ ഒന്നുകൂടി ആത്മാർത്ഥത കാണിച്ചാൽ ഉറപ്പായും സ്വലാത്തിലൂടെ നമുക്ക് രക്ഷപ്പെടാൻ കഴിയുമെന്ന് മഹാരഥന്മാർ രേഖപ്പെടുത്തി വെക്കുകയാണ്. മഹാനായ ഫാക്കിഹാനി റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിക്കുന്ന ഒരു സംഭവമുണ്ട്. മഹാനായ സ്വാലിഹ് മൂസ റഹ്മത്തുള്ളാഹി അലൈഹി ഒരു കപ്പൽ യാത്രയാണ്. കടലിലൂടെയുള്ള കപ്പൽ സഞ്ചരിച്ചവർക്കറിയാം, തിരമാലകൾ കൊത്തിങ്ങനെ കപ്പൽ ഇങ്ങനെ ആടി ഉലയാറുണ്ട് ചില സന്ദർഭങ്ങളിലൊക്കെ. അങ്ങനെ ആ കപ്പലിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കടല് വല്ലാതെ ക്ഷോഭിച്ചു എന്നാണ്. വല്ലാതെ ക്ഷോഭിച്ചപ്പോൾ രക്ഷപ്പെടാൻ യാതൊരു സാധ്യതയുമില്ല. എങ്ങനെ രക്ഷപ്പെടും? കാരണം കടലിലെ നടുകടലിലാണ്, രക്ഷപ്പെടാൻ എങ്ങോട്ടും പോകാൻ വഴിയില്ല. അങ്ങനെ കപ്പൽ ഇങ്ങനെ ആടി ഉലഞ്ഞപ്പോ മഹാനായ സ്വാലിഹ് മൂസ റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, എനിക്കൊരു ചെറിയ മയക്കം പിടിപെട്ടു. ഒരു ചെറിയ മയക്കം പിടിപെട്ടു. ആ മയക്കത്തിൽ മദീനയുടെ മണവാളൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നം കണ്ടു. ആ സ്വപ്നത്തിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങൾ 1000 വട്ടം ഈ സ്വലാത്തിനെ ചൊല്ലിയാൽ ഇതിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ വലിയൊരു മാർഗം കിട്ടുമെന്ന് മുത്ത് നബി തങ്ങൾ സ്വപ്നത്തിലൂടെ അറിയിച്ചു കൊടുത്തു എന്നാണ്. സുബ്ഹാനല്ലാഹ്, ഞാൻ വേഗം ഉണർന്നു. മഹാനായ സ്വാലിഹ് മൂസ തങ്ങൾ പറയാണ്, ഞാൻ വേഗം മയക്കത്തിൽ ഉണർന്നു. എന്നിട്ട് കപ്പലുള്ള ആളുകളോട് പറഞ്ഞു, ഈ സ്വലാത്ത് നിങ്ങൾ എല്ലാവരും ചൊല്ലണം. അങ്ങനെ എല്ലാവരും രക്ഷപ്പെടണമല്ലോ, ജീവന് കൊതിയില്ലാത്ത, ജീവിക്കാൻ ആഗ്രഹമില്ലാത്ത ആരാ ഉള്ള എല്ലാവരും ചൊല്ലി. ഹദീസ് ആ ചരിത്രത്തിൽ കാണാം. അങ്ങനെ ചൊല്ലി 300 എണ്ണം എത്തിയപ്പോൾ, 1000 എണ്ണമാണ് ചൊല്ലാൻ പറഞ്ഞത്, 300 എണ്ണം എത്തിയപ്പോൾ ആ സംഭവം പറയുന്ന കടൽ ശാന്തമായി. കപ്പൽ ഇറങ്ങിയതിനേക്കാൾ, യാത്ര തുടങ്ങിയതിനേക്കാൾ ശാന്തമായി കടലൊഴുകാൻ തുടങ്ങി. കടലെ തിരമാലകൾ ഇങ്ങനെ പതുക്കെ സമാധാനപ്പെടാൻ തുടങ്ങിയെന്ന് സംഭവം പറയുന്നുണ്ട്. അത്രയും അത്ഭുതപരമായ സ്വലാത്ത്. അത് മാത്രമല്ല, എന്തെങ്കിലും പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുമ്പോ, മാരകമായ രോഗങ്ങൾ പടർന്നു പിടിക്കുമ്പോ ഇത് നിങ്ങൾ ചൊല്ലിയാൽ സമുദ്രത്തിലൂടെ, പുഴയിലൂടെ, നദിയിലൂടെ, വള്ളങ്ങളിലോ ബോട്ടിലോ സഞ്ചരിക്കുമ്പോൾ സ്വലാത്ത് നിങ്ങൾ വികരിപ്പിച്ചാൽ ഉറപ്പാണ് നിങ്ങൾക്ക് രക്ഷപ്പെടാം. മാത്രമല്ല, മഹാരഥന്മാർ രേഖപ്പെടുത്തി വെക്കുന്നു, ആരെങ്കിലും
500 തവണ ഇത് പതിവാക്കിയാൽ 500 തവണ പതിവാക്കിയാൽ അവന്റെ സമ്പത്തിൽ അവന്റെ ഉന്നതിയിൽ അള്ളാഹു അവൻ ആഗ്രഹിക്കുന്നത് കൊടുക്കുമെന്ന് മഹാന്മാർ രേഖപ്പെടുത്തി വെക്കും. ഇത് മുജറബാണ്. 500 തവണ ഇത് പതിവാക്കിയാൽ സമ്പത്ത് പിന്നെ കുറയൂല, അവന്റെ ഉന്നതിയിൽ പിന്നെ കുറവ് വരൂല, ആരും അവന്റെ കുറ്റം പറയൂല, ആരും അവനെ കളിയാക്കൂല, ആരും അവനെ പരിഹസിക്കൂല എന്ന് ഉറപ്പാണ്. മാത്രമല്ല പ്രിയമുള്ളവരെ, ആർക്കെങ്കിലും പാരത്രികമോ അതുപോലെ ദുനിയവിയായ ഏതെങ്കിലും ഒരു ആവശ്യം, എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടോ എന്ന് വിചാരിക്കും. ഉദാഹരണത്തിന് കുറെ പൈസ കിട്ടാനുണ്ട്, എത്ര ചോദിച്ചിട്ടും കിട്ടുന്നില്ല എങ്കിൽ വെള്ളിയാഴ്ച രാവിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദിവസം, നല്ലത് വെള്ളിയാഴ്ച രാവാണ് അല്ലെങ്കിൽ വെള്ളിയാഴ്ച രാത്രി, എപ്പോഴായാലും രാത്രിയിൽ, ഏതെങ്കിലും ഒരു രാത്രിയിൽ എന്റെ പ്രിയമുള്ളവരെ 1000 തവണ ഈ സ്വലാത്ത് ചൊല്ലണം. ഖുളൂഓടുകൂടി ഇഖ്ലാസോടുകൂടി ഏതാവശ്യമാണോ മനസ്സിലുള്ളത് അത് മനസ്സിൽ നിയത്താക്കിയിട്ട് 1000 വട്ടം എണ്ണം കൂടാതെ, എണ്ണം കുറയാതെ, എണ്ണം പിടിച്ച് 1000 വട്ടം ചൊല്ലിയാൽ ഉറപ്പിച്ചോ നിങ്ങൾക്കത് അള്ളാഹ് എത്തിച്ചു തരും. അതിൽ മാറ്റമില്ലാതെ മറ്റൊന്നില്ല. മിന്നൽ പിണറ് കണക്കെ നിങ്ങൾക്ക് അത്ഭുതം സമ്മാനിക്കുമെന്ന് മഹാരഥന്മാർ രേഖപ്പെടുത്തി വെക്കുന്നു. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു അതിന്റെ ഏതാണ് ആ സ്വലാത്ത്? അതാണ് സ്ക്രീനിൽ കാണുന്നത്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ സ്വലാത്തൻ തുൻജീനാ ബിഹാ മിൻ ജമീഇൽ അഹ്വാലി വൽ ആഫാത് വതഖ്ലീ ലനാ ബിഹാ ജമീഅൽ ഹാജാത് വതുതഹിറുനാ ബിഹാ മിൻ ജമീഇസ് സയ്യിആത് വതർഫഉനാ ബിഹാ عندك إلى الدرجات وتبلغنا بها أقصى الغايات من جميع الخيرات في الحياة وبعد الممات. ഒന്നുകൂടി കേട്ടോ. اللهم صل على سيدنا محمد صلاة تنجينا بها من جميع الأهوال والآفات وتقضي لنا بها جميع الحاجات وتطهرنا بها من جميع السيئات وترفعنا بها عندك إلى الدرجات وتبلغنا بها أقصى الغايات من جميع الخيرات في الحياة وبعد الممات. ഇത് നമ്മൾ ചൊല്ലണമെന്നാണ്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അതോടൊപ്പം ഇന്ന് വെള്ളിയാഴ്ചയാണ്. വെള്ളിയാഴ്ച സൂറത്തുൽ കഹ്ഫ് നമ്മൾ പാരായണം ചെയ്യാൻ മറക്കരുത്. എല്ലാ വെള്ളിയാഴ്ചയും സുന്നത്താണ്, ഇന്ന് നമ്മൾ പാരായണം ചെയ്യണം. അതോടൊപ്പം അൽഹംദുലില്ലാ വെള്ളിയാഴ്ച സുന്നത്ത് കുളിയെ കുളിക്കുന്നത് നിയത്ത് വെക്കുക, നല്ല വസ്ത്രങ്ങൾ ധരിക്കുക, സുഗന്ധം പൂശുക, അതോടൊപ്പം ദുഹാ നമസ്കരിക്കുക. അതോടൊപ്പം ജുമയ്ക്ക് പുരുഷന്മാർ നേരത്തെ പള്ളിയിൽ പോവുക, ഉമ്മമാരെ നേരത്തെ നിസ്കാരപ്പായിലേക്ക് വരിക, ദുഹറിനെ നേരത്തെ തന്നെ നമസ്കരിക്കുക, പള്ളിയിൽ ഉസ്താദുമാരുടെ നസീഹത്തും ഖുതുബയൊക്കെ കേൾക്കുക, അവരുടെ ദുആക്ക് ആമീൻ പറയുക. സൂറത്തുൽ യാസീൻ ദുഹർ നമസ്കാര ശേഷം മരണപ്പെട്ടവർക്ക് വേണ്ടി പാരായണം ചെയ്യുക. അതൊക്കെ വലിയ പൊരുത്തമാണ്. അതോടൊപ്പം എന്തെങ്കിലുമൊക്കെ സ്വതക്ക ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. വെള്ളിയാഴ്ച സ്വതക്കയ്ക്ക് പ്രത്യേകം കൂലിയുണ്ടെന്നാണ്. എന്തെങ്കിലുമൊക്കെ സ്വതക്കകൾ കൊടുക്കുക, അതൊരു വലിയ നേട്ടമാണ്. അതോടൊപ്പം ഇൻഷാ അല്ലാഹ് വെള്ളിയാഴ്ച ദിവസം അധികരിപ്പിക്കേണ്ട, പ്രത്യേകിച്ച് ചൊല്ലേണ്ട ഒരു ബൈത്താണ് മഹാരഥന്മാർ രേഖപ്പെടുത്തി വെച്ച ബൈത്ത്. ഇത് ചൊല്ലി അധികരിപ്പിക്കുന്നവർക്ക് വെള്ളിയാഴ്ച മാത്രമല്ല എപ്പോഴും ചൊല്ലാം, അധികരിപ്പിക്കുന്നവർക്ക് തൗബ ചെയ്ത് മരിക്കാമെന്നാണ്. ഏതാണ്? ഇലാഹി ലസ്തുലിൽ ഫിർദൗസി അഹ്ല വലാ അഖ്വാ അലാ നാരിൽ ജഹീമി ഫഹബിലി തൗബതൻ വഗ്ഫിർ ദുനൂബി ഫഇന്നക ഗാഫിറു ദൻബിൽ അലീമി. ഇത് ചൊല്ലുക. അതോടൊപ്പം അസ്ർ നമസ്കാരം കഴിഞ്ഞിട്ട് ആരെങ്കിലും 80 വട്ടം ഈ പറയാൻ പോകുന്ന സ്വലാത്ത് ചൊല്ലിയാൽ നിങ്ങൾക്ക് ഉറപ്പിച്ചോ 80 വർഷത്തെ പാപം അല്ലാഹു പൊറുക്കുമെന്നാണ്. ഏതാണ് ആ സ്വലാത്ത്? അതാണ് സ്ക്രീനിൽ കാണുന്നത്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ നബിയിൽ ഉമ്മി വഅലാ ആലിഹി വസ്വഹ്ബിഹി വസല്ലം തസ്ലീമാ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ നബിയിൽ ഉമ്മി വഅലാ ആലിഹി വസ്വഹ്ബിഹി വസല്ലം തസ്ലീമാ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. നിരന്തര റബീഉൽ അവ്വലുമായി ബന്ധപ്പെട്ട് നിരന്തരം പ്രഭാഷണങ്ങളാണ്. അതിൻ്റെതായ ശബ്ദത്തിന് ചില വ്യത്യാസങ്ങളുണ്ട്. നിങ്ങളൊക്കെ ദുആ ചെയ്യണം. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. കേൾക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്താൻ തൗഫീഖ് നസീബാക്കി തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് പുതിയൊരു അറിവുമായി വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം. ദുആ വസിയത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.